ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. വെറും കഥയല്ല, പ്രേതകഥ. കഥയുടെ പേര് നിലവറയിലെ യക്ഷി. രചനയും അവതരണവും മിഥുൻ മോഹൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നിലവറയിലെ യക്ഷി. രാത്രിയുടെ രണ്ടാം യാമം. ഹരികൃഷ്ണൻ നിദ്രയിൽ സുഷുപ്തിയിൽ ലയിച്ചു. ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. വെളിച്ചത്തിന്റെ ഒരു തരി പോലും കാണുന്നില്ല. കൂരാക്കൂരിരുട്ട്. അന്നൊരു അമാവാസി നാളായിരുന്നു. ആകാശവും പ്രകാശത്തിന്റെ ഓർമ്മകൾ നഷ്ടമായതിനെ പോലെ കാണപ്പെട്ടു. നിലവറയുടെ രഹസ്യം എന്താണ്? അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ആകാംക്ഷ 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ഇല്ലവും കാവും തമ്മിലുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള മുത്തശ്ശിയിൽ നിന്ന് കേട്ടറിഞ്ഞ ശേഷം ഹരികൃഷ്ണന് ഉറക്കം നഷ്ടമായിരുന്നു. ഇന്നേതായാലും നിദ്രാദേവി അവനെ അനുഗ്രഹിച്ചു. അതാ അകലെ നിന്ന് പുകച്ചുരുൾ പോലൊന്ന് ആ പഴയ തറവാടിനെ ലക്ഷ്യമാക്കി വരുന്നു. അതിനൊരു പ്രത്യേക രൂപമില്ല. വള്ളിപ്പടർപ്പിനിടയിലൂടെ അത് പടിപ്പുരയുടെ അടുത്തെത്തി. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പടിപ്പുരയുടെ ചുവരുകൾ നിറം മങ്ങി കാണുന്നു. ചിതലുകൾ കാർന്നു തിന്നു നിലം പതിക്കാറായ വാതിൽ. പുകച്ചുരുൾ അതിനെ തകർത്തു അകത്തേക്ക് പ്രവേശനം നടത്തി. ഏതോ ഒരു സ്വപ്നം അവന്റെ ഉറക്കത്തിന് ഭംഗം വരുത്തി. അയ്യോ അമ്മേ! ഹരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. കുറച്ചു സമയത്തേക്ക് അവന് സ്ഥലകാലബോധം ഉണ്ടായില്ല. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞു. ഹരി തിരിച്ചറിഞ്ഞു, താൻ സ്വന്തം മുറിയിലാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊരു സ്വപ്നം ആദ്യം കാണുകയാണ്. പക്ഷേ അതിനെ അവന് വ്യക്തമായുള്ള ഒരു അവലോകനം നടത്താൻ സാധിക്കുന്നില്ല. സുന്ദരിയായ ഒരു യുവതി. അവരെ ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഒരു വെളിച്ചത്തിന്റെ പിന്നാലെ അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നു. നടക്കുന്ന പാത കഷ്ടിച്ച് നടക്കാമെന്നേ ഉള്ളൂ. ഇരുവശവും അഗാധമായ കൊക്കയാണ്. കുറച്ചു ദൂരം നടന്നു. പക്ഷെ പെട്ടെന്ന് എന്റെ പുറകിൽ എന്തോ പൊളിഞ്ഞു വീഴുന്ന ഭീതിപ്പെടുത്തുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. അവിടം ഇരുൾ പടരുന്നു. മുന്നോട്ട് നോക്കി ഞാൻ സത്യത്തിൽ ഭയന്നു. അതാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ കാരണം. മുന്നിലുള്ള ആ സ്ത്രീയെ കാണുന്നില്ല. വെളിച്ചം കാണുന്നുണ്ട്. ഞാൻ ചുവടുകൾക്കായി കാലുകൾ മുന്നോട്ട് വെച്ചതും എന്റെ പാതയുടെ സ്ഥാനത്ത് നിലയില്ലാത്ത കയം പോലെ ഇരുൾ. കാലുകൾ പതിയെ അമർത്തി. അവിടെ ശൂന്യം. ഞാൻ മുന്നോട്ട് ആയുന്നു. ഞാൻ ഭയന്നു. നിദ്രയുടെ ആഴങ്ങളിൽ നിന്ന് ഞാൻ മോചിതനാകുന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചെന്ന് ബോധ്യമായി. കതകിൽ ആരോ തട്ടുന്നു. മുത്തശ്ശിയുടെ ഉറക്കം താൻ കാരണം നഷ്ടമായതിൽ അവന് വിഷമം തോന്നി. അവൻ പതിയെ അരികിലുള്ള മേശയുടെ പുറത്ത് തീപ്പെട്ടി തപ്പിയെടുത്തു. അവിടെ വെളിച്ചം പരന്നു. മോനെ ഹരി, കതക് തുറക്കൂ. എന്തെങ്കിലും പറ്റിയോ എന്റെ കുട്ടിക്ക്? മുത്തശ്ശിയുടെ വേവലാതിയോടെയുള്ള വാക്കുകൾ. അവൻ എഴുന്നേറ്റ് സാക്ഷ്യമാറ്റി. കതക് തുറന്നു. അവിടെ ഒരു റാന്തൽ വിളക്കുമായി മുത്തശ്ശി വിളറിയ മുഖവുമായി നിൽക്കുന്നു. ഹരി വാതിലൊഴിഞ്ഞു നിന്നു. അവർ റാന്തൽ വെളിയിൽ വെച്ചിട്ട് അകത്തേക്ക് കയറി. എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, നീ എന്താ നിലവിളിച്ചത്? ഞാൻ ഭയന്നുപോയി. അതിന് മറുപടിയായി ഹരി പറഞ്ഞു, മുത്തശ്ശി, ഞാനൊരു സ്വപ്നം കണ്ടു. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളതായിരുന്നു. ഏതായാലും മുത്തശ്ശി പോയി കിടന്നോ? ഏതായാലും അതിനെക്കുറിച്ച് നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം. ഹരി അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. നങ്ങേലി മുത്തശ്ശി അവന്റെ ശിരസിൽ തലോടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. റാന്തൽ എടുത്തു. ഇടനാഴിയിലൂടെ പതിയെ മുന്നോട്ട് നടന്നുപോയി. ഹരി വാതിൽ അടച്ചു. എന്നിട്ട് കൂജയിലെ വെള്ളം ഗ്ലാസിൽ പകർന്നു. എത്ര കുടിച്ചിട്ടും ദാഹം ശമിക്കുന്നില്ല. അവൻ ഏതായാലും കിടക്കാൻ തീരുമാനിച്ചു. അവന്റെ ദൃഷ്ടി മച്ചിന് നേർക്ക് നീണ്ടു. അവിടെ അവനൊരു അത്ഭുതം കണ്ടു. ഒരു പല്ലി. അതിന് അസാധാരണമായ വലിപ്പം. തന്റെ നേർക്കാണ് അതിന്റെ നോട്ടം. കണ്ണുകൾ ചുവന്ന് തിളങ്ങുന്നു. വിശ്വാസം വരാതെ അവൻ കണ്ണുകൾ ചിമ്മി. ഇപ്പോൾ അതിന് സാദാ പല്ലിയുടെ ആകൃതി കൈവന്നിരിക്കുന്നു. അല്പം മുമ്പ് കണ്ടതെല്ലാം തന്റെ തോന്നലാണെന്ന് ഹരിക്ക് ബോധ്യമായി. ഉറക്കം വരുന്നതേയില്ല. ഏതായാലും കണ്ണുകൾ അടച്ചു ഉറങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു.
ഏതോ യാമത്തിൽ അവനെ നിദ്ര വന്ന് അനുഗ്രഹിച്ചു. ഇതേ നേരത്ത് അകലെയുള്ള ഏതോ ഒരു ഇടത്തിൽ അവനെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള വെളിച്ചം കൂടുതൽ പ്രകാശമായി മിന്നിത്തിളങ്ങി. പ്രഭാതം. അകലെ എവിടെയോ കോളാമ്പിയിലൂടെ ഗാനം അലയടിക്കുന്നു. പുഴയിലുള്ള കുളി ഹരികൃഷ്ണന് എപ്പോഴും പതിവുള്ളതാണ്. ഇന്നത്തെ നീരാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഇന്ന് പുറപ്പെടുന്ന ദിവസമാണ്. ആദ്യമായി മുത്തശ്ശിയെ തനിച്ചാക്കിയിട്ട്. ഇതുവരെ അവരെ പിരിഞ്ഞ് വേറൊരു നാട്ടിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസത്തിന് പോയതൊഴിച്ചാൽ. കോളേജിൽ ശാസ്ത്രമാണ് വിഷയമെങ്കിലും അവൻ തന്റെ അച്ഛന്റെ പാത തന്നെ ഇപ്പോൾ തെരഞ്ഞെടുത്തു. പക്ഷേ ഹരിയുടെ അച്ഛൻ 20 വർഷങ്ങൾക്ക് മുൻപ് ശിവപുരത്തേക്ക് പോയതാണ്. പിന്നെ മടങ്ങി വന്നിട്ടില്ല. അതിന്റെ രഹസ്യം ഇന്നും അജ്ഞാതം. ഒരാഴ്ച മുമ്പാണ് മുത്തശ്ശി അത് വെളിപ്പെടുത്തിയത്. പ്രസവത്തോടെ ഹരിയുടെ അമ്മ മരിച്ചു. പിന്നെല്ലാം മുത്തശ്ശിയായിരുന്നു. കാര്യങ്ങൾ ഗ്രഹിച്ച ഹരി തീരുമാനമെടുത്തത് പെട്ടെന്നായിരുന്നു. അച്ഛന്റെ തിരോധാനം അന്വേഷിക്കുക. ആപത്തിൽപ്പെട്ട് വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹമെങ്കിൽ എങ്ങനെയും തിരികെ മുത്തശ്ശിയുടെ അരികിൽ എത്തിക്കുമെന്നും, അല്ല അച്ഛനെ ആരെങ്കിലും ചതിവിലൂടെ ഇല്ലാതാക്കിയെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാനും അവൻ പ്രതിജ്ഞ ചെയ്തു. പുഴയിലെ നീരാട്ട് കഴിഞ്ഞ് അവൻ പടിപ്പുര കടന്ന് സ്വഗൃഹത്തിലെത്തി. മുത്തശ്ശി അവന് കഴിക്കാൻ ചൂടുള്ള ഇഡ്ഡലിയും വറുത്തരച്ച ചമ്മന്തിയും ഏലക്കായി ഇട്ട് തിളപ്പിച്ച കട്ടൻ ചായയും ഊണുമുറിയിലെ മേശയിൽ കൊണ്ടുവച്ചു. അവൻ കൈകൾ കഴുകിയിട്ട് അവിടെ വന്നിരുന്നു. കഴിക്കാൻ തുടങ്ങി. മുത്തശ്ശി അവൻ അരികിൽ വന്നു നിന്നു. അവൻ ഇഡ്ഡലിയുടെ ഒരു ചെറിയ ഭാഗം അടർത്തി അവർക്ക് നേരെ നീട്ടി. അവരത് വായ്ക്കുള്ളിലാക്കി. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇത് കണ്ട ഹരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. മുത്തശ്ശി അവനോട് പറഞ്ഞു, ഹരിക്കുട്ട, നിനക്ക് ഇന്ന് തന്നെ അവിടെ പോകണോ? ഞാനത് പറയണ്ടായിരുന്നു. എന്റെ മകനോ എനിക്ക് നഷ്ടമായി, ഇനി നിന്നെയും കൂടി. എനിക്ക് വയ്യ. നീ പോകണ്ട അവിടേക്ക്. ചതിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളുടെ അടുത്തേക്ക് നീ പോകരുത്. എനിക്ക് നീയേയുള്ളൂ. എന്തുറപ്പാണ് മോനെ അച്ഛനെ കണ്ടെത്തുമെന്ന്? അതിന് മറുപടിയായി ഹരി പറഞ്ഞു, ഈ മാറിൽ കിടന്നാണ് ഞാൻ വളർന്നത്. മുത്തശ്ശിയുടെ തീരാ ദുഃഖത്തിന് കാരണമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് എന്റെ കടമയാണ്. അച്ഛന്റെ തിരോധാനത്തിനെ സംബന്ധിച്ച ഏത് കാര്യത്തിനും ഞാൻ അതിന് പരിഹാരം കണ്ടിട്ടേ വിശ്രമിക്കൂ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്റെ ജീവിതം പാഴായതിന് തുല്യമാകും. എനിക്ക് മുത്തശ്ശിയാണ് ധൈര്യം തരേണ്ടത്. അല്ലെങ്കിൽ ഈ കാര്യം എന്നോട് പറയരുതായിരുന്നു. ഇന്നത്തെ ദിവസം ഉത്തമം. കാരണം ഇന്ന് ശിവരാത്രിയാണ്. ഒരു ദുഷ്ടശക്തിക്കും എന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിയില്ല. തികഞ്ഞ മഹാദേവ ഭക്തനായ എനിക്ക് ഇന്നത്തേക്കാൾ ഏത് ദിവസമാണ് തെരഞ്ഞെടുക്കേണ്ടത്? മുത്തശ്ശി തന്നെ അതിന് ഉത്തരം പറയൂ. അവൻ ഉറച്ച മനസ്സോടെ പറഞ്ഞു. മുത്തശ്ശിക്ക് ഹരികൃഷ്ണന്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ കേട്ടപ്പോൾ ധൈര്യമായി. അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ തടയുന്നില്ല മോനെ. നിന്റെ ഈ ആത്മധൈര്യം എപ്പോഴും തുണയാകും. ഒരു പക്ഷേ ശിവപുരത്തെ ഇപ്പോഴും അറിയപ്പെടുന്ന ഒരു ഇല്ലമുണ്ട്, ചുള്ളിക്കാട്ട് തറവാട്. അവിടെ എന്റെ സ്നേഹിത മാളവികയുണ്ടാവും. ഞാനൊരു ഓല തന്നു വിടാം. അത് അവളെ കാണിച്ചാൽ മതി. നിനക്ക് അവിടെ താമസിക്കാം. ഹരി ആഹാരം കഴിച്ച് എഴുന്നേറ്റു. പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പൂജാമുറിയിൽ കയറി ഭരദേവതകളെ അവൻ തൊഴുതു. അപ്പോഴേക്കും മുത്തശ്ശി ഒരു താളിയോല കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുത്തു. തുണിസഞ്ചി അവൻ തോളിൽ തൂക്കി. അതിന്റെ ഒരു അറ തുറന്നു. താളിയോല അതിലേക്ക് നിക്ഷേപിച്ചു. അവൻ പുറപ്പെടുകയാണ് ശിവപുരത്തേക്ക്, സ്വന്തം അച്ഛന്റെ തിരോധാനം കണ്ടെത്താൻ. അവിടെ അവനെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ആർക്കറിയാം? ശിവപുരം. അവിടേക്കുള്ള അവസാനത്തെ ബസ്സാണ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത്. ഹരികൃഷ്ണൻ ശിവപുരം എന്നെഴുതിയ ബോർഡ് കണ്ടു. അവൻ അതിന്റെ ഇടതുഭാഗത്ത് ചെന്നു. അവിടെ സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ഒരു മധ്യവയസ്കനെ കണ്ടു. സംശയം തീർക്കാൻ അവൻ അയാളോട് ചോദിച്ചു, ചേട്ടാ, ഇത് ശിവപുരത്തേക്ക് പോകുന്ന ബസ്സാണോ? അയാൾ പുച്ഛത്തോടെ അവന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ ശിവപുരത്തേക്കാണോ? അതെയെന്ന് അവൻ തലയാട്ടി. ഉടനെ അയാളുടെ മട്ടുമാറി. എടുത്തടിച്ച പോലെ അയാൾ പറഞ്ഞു,
എങ്കിൽ നീ വേഗം നിന്റെ വീട്ടിലോട്ട് വിട്ടോ. ഈ പോകുന്ന ശിവപുരം അത്ര നല്ല ഇടമല്ല. പൊയ്ക്കോ, ജീവൻ വേണമെങ്കിൽ. അയാളുടെ ആ പ്രവൃത്തി ഇഷ്ടമാകാതെ ഹരി പറഞ്ഞു, ചേട്ടാ, അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളോട് ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഹരി ഉറപ്പിച്ചു, ഇത് ലാസ്റ്റ് ബസ്സാണ്, അതുകൊണ്ട് ഇതിനുശേഷം കാണില്ല. സീറ്റുകൾ എല്ലാം നിറഞ്ഞു. ഒരു യാത്രക്കാരന്റെ സഹജമായ ചോദ്യമേ ഞാൻ ഇയാളോട് ചോദിച്ചുള്ളൂ. ഏതായാലും ഇയാളെ ഒന്ന് ശ്രദ്ധിക്കണം. ഹരികൃഷ്ണൻ ബസ്സിലേക്ക് കയറി. അകത്ത് സീറ്റുകൾ എല്ലാം കൈയടക്കി ആളുകൾ ഇരിക്കുന്നു. ഇനി ഒരു സീറ്റ് മാത്രം, അവിടം 2 പേർക്ക് ഇരിക്കാം. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. ഞെട്ടിപ്പോയി. അവന്റെ രോമം എഴുന്നേറ്റു. ഞാൻ എന്താണ് കാണുന്നത്? അവിടെ ഇരുന്ന ആളോടല്ലേ നേരത്തെ സംസാരിച്ചത്? ഇപ്പോൾ അയാളെ കാണുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ എവിടെ പോയി? ഹരി എല്ലായിടത്തും ഒരു വീക്ഷണം നടത്തി. ഇല്ല, അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. സ്വന്തം കണ്ണുകളെ അവന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇതൊരു അതിശയം തന്നെ. അവൻ അയാളെ കണ്ട സീറ്റിൽ പോയി സ്ഥാനം പിടിച്ചു. ബസ് പതിയെ മുന്നോട്ടെടുത്തു. അപ്പോൾ അല്പം അകലിൽ നിന്ന് ഒരാളുടെ ശബ്ദം അവിടെ മുഴങ്ങി. ഹൈ, ഒന്ന് നിർത്തണേ, ഞാൻ കയറിയില്ല. ഹരി അവിടേക്ക് തലതിരിച്ചു. അവിടെ ഒരു മനുഷ്യനെ കണ്ടു. മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. വെളുത്തു കുലുങ്ങനെയാണ്. ബസ് അപ്പോഴേക്കും നിർത്തിക്കഴിഞ്ഞു. അയാൾ ധൃതിയിൽ അതിലേക്ക് കയറി. അയാൾ ഹരികൃഷ്ണൻ ഇരുന്ന സീറ്റിലേക്ക് തന്നെ വന്നിരുന്നു. അയാൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തിരിച്ചു അവനും. ബസ് മുന്നോട്ട് നീങ്ങി. പുറത്തു നല്ല ഇരുട്ടായിരുന്നു. എങ്കിലും കുറേശ്ശെ മിക്കയിടവും കാണാമായിരുന്നു. അപരിചിതൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, അതെ, ഇവിടെ പുതിയതാണല്ലേ? പക്ഷേ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയം. എത്ര ആലോചിച്ചിട്ടും അങ്ങനെ കിട്ടണില്ല. അയാൾ ഹരികൃഷ്ണനെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹരി അയാളെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഒരുപക്ഷെ ഇദ്ദേഹം അച്ഛനെ കണ്ടിട്ടുണ്ടാകും. ഏതായാലും അങ്ങോട്ട് കയറി പരിചയപ്പെടേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. ഇയാൾ ശത്രുവോ അതോ മിത്രമോ എന്ന് തിരിച്ചറിയാതെ അപരിചിതൻ ആലോചനയിൽ നിന്ന് ഉണർന്നു. അയാൾ പതിയെ അവന്റെ ചെവിക്കരികിൽ ചുണ്ടുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മന്ത്രിച്ചു, നീ കേശവൻ തിരുമേനിയുടെ മകനല്ലേ? അതെ, സന്ദേഹമില്ല, എനിക്ക് ഉറപ്പാ. മോനെ, നീ എന്തിനിവിടെ വന്നു? നിന്നെ കാത്തിരിക്കുന്ന എന്തൊക്കെയാണ്, അതറിയാമോ? ഏതായാലും നീ ഇന്ന് എന്റെ ഇല്ലത്ത് വന്നാൽ മതി. വേറെ പോകാൻ നോക്കരുത്, അത് അപകടമാണ്. നിന്റെ അച്ഛന്റെ പഴയ സ്നേഹിതനാണ് ഞാൻ. നിന്നെ തിരിച്ചറിയുന്ന ആരും ഈ ബസ്സിലില്ല, അത് ഭാഗ്യം. ശിവപുരത്ത് തന്നെയാ എന്റെയും ഇല്ലം. ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവൻ അയാളുടെ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ അച്ഛനെ എങ്ങനെ അറിയാം? ഏതായാലും ഞാൻ നിങ്ങളോട് വരാം. എന്നെ ചതിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. കുറച്ചു നേരത്തേക്ക് ഇരുവരും ഒന്നും സംസാരിച്ചില്ല. കാരണം മറ്റുള്ളവർ അവരെ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കാൻ കൂടിയായിരുന്നു. ബസ് ശിവപുരത്തെത്തി. അയാൾ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. ഹരികൃഷ്ണൻ അയാളെ ശ്രദ്ധിച്ചു. അയാൾ കണ്ണുകൾ കൊണ്ട് പിന്തുടരാൻ ആംഗ്യത്തിലൂടെ അടയാളം കാട്ടി. ആ അപരിചിതൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. വെളിച്ചമില്ലാത്ത ഒരു ഇടവഴിയിലേക്ക് അയാൾ നടന്നു കയറി. ഹരികൃഷ്ണൻ അല്പം വേഗത്തിൽ അയാളെ പിന്തുടർന്നു. അപരിചിതൻ പോയ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അയാൾ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപരിചിതന്റെ ചുണ്ടിൽ ബീഡി എരിയുന്നതിന്റെ ചുവന്ന വെളിച്ചം കാണാമായിരുന്നു. അതൊരു അടയാളമായിട്ട് ഹരിക്ക് തോന്നി. അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞില്ല. ഒരുപാട് വർഷങ്ങളായില്ലേ? കേശവന്റെ കാര്യങ്ങൾ എന്തെന്ന് തനിക്ക് വല്ല ബോധ്യവുമുണ്ടോ? ഇല്ലെന്ന് ഹരികൃഷ്ണൻ മറുപടി കൊടുത്തു. ഹ, എങ്കിൽ കേട്ടോളൂ. കേശവനെ ഇവിടെ കാണാതായിട്ട് വർഷം 20 കഴിഞ്ഞിരിക്കണോ? ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ കുടുക്കിൽ ചെന്ന് ചാടരുതെന്ന്. കേട്ടില്ല. അവനെ ആരോ ചതിച്ചതാ, എനിക്ക് നിശ്ചയുണ്ട്. ഹരികൃഷ്ണൻ അതറിയാൻ അയാളെ നോക്കി. നടന്നോളൂ, ഞാൻ കൂടെയുണ്ട്. അയാൾ ഹരിയെ മുന്നിൽ നടത്തി. കുറച്ചു ദൂരം അയാൾ മൗനം പാലിച്ചു. പുറകിൽ കാലടികൾ ഹരി കേൾക്കുന്നുണ്ട്. മുന്നിലുള്ള വഴി തെളിഞ്ഞു കാണുന്നുണ്ട്. അവൻ കയ്യിൽ കരുതിയിരുന്ന ചെറിയ ബാറ്ററി ടോർച്ച് സഞ്ചിയിൽ നിന്നെടുത്ത് തെളിച്ചു. അവിടെ നല്ലതുപോലെ കാണാമെന്നായി.
നടത്തം തുടർന്നു. ഹരികൃഷ്ണൻ പെട്ടെന്ന് നിന്നു. പുറകിലെ കാലൊച്ച കേൾക്കുന്നില്ല. അവൻ സംശയത്തോടെ പുറകോട്ട് നോക്കിയതും ഞെട്ടി. അവിടെ കണ്ണുകൾ തുറച്ച് മരണവെപ്രാളം കാണിക്കുന്ന അപരിചിതൻ. ഏതായാലും ഇതുവരെ അയാളുടെ പേര് ചോദിക്കാത്തതിൽ അവന്റെ ദുഃഖം ഇരട്ടിച്ചു. ടോർച്ച് തെളിച്ചിട്ട് തെളിയുന്നില്ല. അപരിചിതന്റെ പുറകിൽ ഒരു കറുത്ത രൂപം നിൽപ്പുണ്ട്. കണ്ണുകൾ വജ്രം പോലെ തിളങ്ങുന്നു. ഈമ്പിക്കുടിക്കുന്ന, കാതു മരവിപ്പിക്കുന്ന ശബ്ദം. ഹരിക്ക് കാര്യം മനസ്സിലായി. ഏതോ രക്ഷസാണ്. സ്വന്തം ജീവൻ രക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത്. അപരിചിതൻ വാടിയ ചേമ്പിൻ തണ്ട് പോലെ കുഴഞ്ഞ് നിലത്ത് വീണു. ഇത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഹരികൃഷ്ണൻ കാലുകൾ പുറകോട്ട് വെച്ചു. തല തിരിച്ച് പുറകിൽ നോക്കി. മുന്നോട്ട് വഴി തെളിഞ്ഞു കിടക്കുന്നു. അവിടെ തനിക്ക് പരിചയമില്ല. ആ രക്ഷസ് നിൽക്കുന്നിടത്തേക്ക് പോകാൻ കഴിയില്ല. ഏറ്റുമുട്ടാനും തനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അപരിചിതൻ താഴെ മരിച്ചു കിടക്കുന്നു. ഏതായാലും ഇനി സമയമില്ല. ഓടുകയെ നിവർത്തിയുള്ളൂ. ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് ഹരി ചിന്തിച്ചു. പിന്നെ അവിടെ നിന്നില്ല. കാലുകൾക്ക് ശക്തി പകർന്നു. അവൻ വേഗത്തിൽ ഓടുക തന്നെ ചെയ്തു. അവന്റെ ഈ പ്രവൃത്തി ആ രക്ഷസ് നിലച്ചു കാണില്ല. കോപം കൊണ്ട് വിറച്ച അത് ഹരിയുടെ പുറകെ അലറി വിളിച്ചു. പിന്തുടർന്നു. ഹരി അർജുനപ്പത്ത് ചൊല്ലി ഓട്ടം തുടർന്നു. അവൻ തന്റെ മുന്നിലുള്ള പാതയെ മാത്രം ശ്രദ്ധിച്ചു. ഒരുവിധം കാണാം അവിടമൊക്കെ. ടോർച്ച് വെളിച്ചം തെളിയുന്നില്ല. അവന്റെ കാതുകളെ അലോസരമാക്കിക്കൊണ്ട് രക്ഷസിന്റെ അലർച്ച അവിടമാകെ മുഴങ്ങി. അത് തന്റെ തൊട്ടു പുറകിലുണ്ട്. അവന്റെ മനസ്സ് ഇങ്ങനെ മന്ത്രിച്ചു. ദൈവമേ, ഈ രക്ഷസിന്റെ പിടിയിൽ അകപ്പെടാനാണോ ഞാൻ ഈ ശിവപുരത്തേക്ക് പുറപ്പെട്ടത്? എന്റെ ലക്ഷ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണോ? ഞാൻ എന്തായാലും ഈ മാരണത്തിന് പിടികൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഉറച്ച തീരുമാനം കൈക്കൊണ്ടു. അവൻ കാലുകളുടെ വേഗത വർദ്ധിപ്പിച്ചു. മുൻപിൽ അതാ ശക്തമായ കാറ്റ് വന്നടിക്കുന്നു. അവൻ തന്റെ കഴുത്തിലെ ഏലസിൽ വലുതുകൈ വെച്ചു. കാറ്റിന്റെ ശക്തി കുറഞ്ഞു. അവൻ പാതയുടെ അറ്റത്തെത്തി. ഇനി മുന്നിൽ കാണുന്നത് ഒരു നെൽപ്പാടമാണ്. ചിന്തിച്ചു നിൽക്കാനുള്ള സമയമല്ല. ഓടുക മാത്രം നിവർത്തിയുള്ളൂ. അവൻ അവിടേക്ക് ചാടിയിറങ്ങി. വരമ്പിലൂടെ ഓടി. പിന്നിലുള്ള മുരൾച്ചയുടെ കാഠിന്യം വർദ്ധിക്കുന്നു. ഇനി അധിക നേരം അതിനെ പ്രതിരോധിക്കാൻ തനിക്ക് കഴിയില്ല. കാലുകൾ കുഴയുന്നു. നാവ് ഉണങ്ങുന്നു. വല്ലാത്ത ദാഹം. പെട്ടെന്ന് കുറച്ചകലെയായി പൊട്ടുപോലെ പ്രകാശത്തിന്റെ കണിക. അവൻ അതിനെ ലക്ഷ്യം വെച്ച് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ അത് വരുന്നത് ഒരു ഗൃഹത്തിൽ നിന്നാണെന്ന് അവന് മനസ്സിലായി. പുതുജീവൻ കൈവന്ന പോലെ ഹരി അവിടേക്ക് കാലുകൾ ആകുന്നത്ര വേഗത്തിൽ മുന്നോട്ട് ചലിച്ചു. അത് തരക്കേടില്ലാത്ത ഒരു ഗൃഹം തന്നെ. അവൻ മനസ്സിൽ ഉറപ്പിച്ചു. പാടത്തിന്റെ വരമ്പുകൾ ഹരികൃഷ്ണൻ ചാടിക്കടന്നു. അതിനും കുറച്ചു ഉയരത്തിലാണ് ഗൃഹം. പടിക്കെട്ടുകൾ കാണാമെന്നായി. കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച അതിലേക്ക് അവൻ വേഗത്തിൽ ഓടിക്കയറി. അത്ഭുതം! പുറകിലെ മുരൾച്ച ഇപ്പോൾ കേൾക്കുന്നില്ല. ഹരി തിരിഞ്ഞു നോക്കി. അല്പം മുമ്പ് തന്നെ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത രക്ഷസി എവിടെ? അവൻ അവിടെ എളിയിൽ കൈകൾ കൊടുത്തു നിന്നു. ശ്വാസം മുകളിലേക്ക് വലിച്ചു. ചുമച്ചു. ഇനിയും ഓടിയിരുന്നെങ്കിൽ ഞാൻ വീണുപോകുമായിരുന്നു. മുത്തശ്ശിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. ഒന്നും സംഭവിച്ചില്ല. ഹരി ആശ്വാസം പൂണ്ടു. അവൻ പതിയെ നേരത്തെ കണ്ട ഗൃഹത്തിലേക്ക് നോക്കി. അവിടേക്ക് തന്നെ പോകാമെന്ന് ഉറച്ചു. തന്നെ പിന്തുടർന്ന രക്ഷസിന് ഇവിടെ വരാൻ കഴിയാത്തതിൽ എന്തോ രഹസ്യമുണ്ടെന്ന് അവൻ തീർച്ചപ്പെടുത്തി. പടിക്കെട്ടുകളിൽ പതിയെ ചുവടുകൾ വെച്ചു. വിശാലമായ മുറ്റം. പൂമുഖത്ത് വെളിച്ചം നിന്ന് കത്തുന്നു. ഗൃഹത്തിലെ മുന്നിലുള്ള കഴുക്കോലിൽ പഴയകാല വോട്ടുവിളക്ക് അല്ലാതെയും കത്തുന്നുണ്ടായിരുന്നു. ആ വെളിച്ചമാണല്ലോ ഹരിയെ അവിടേക്ക് ആകർഷിച്ചത്. സാമാന്യത്തിലധികം ആ ഗൃഹത്തിന് വലിപ്പമുണ്ടായിരുന്നു. ഓടുകൾ പാകിയ മേൽക്കൂര, തേക്ക് കൊണ്ട് പഴുത കതകുകളും ജനാലകളും, അവയെല്ലാം അടഞ്ഞു കിടന്നിരുന്നു. പഴയ ഒരു ഇല്ലത്തിനെ സൂചിപ്പിച്ചു അവയെല്ലാം. പുരയിടം ഈ ഇല്ലത്തിന്റെ വകയായിരിക്കും. അടുത്തെങ്ങും ഒരു വീട് പോലും കാണുന്നില്ല. ഹരിയുടെ മനസ്സിലൂടെ ഇவ்விധം ചിന്തകൾ കടന്നുപോയി. പെട്ടെന്ന് അവന്റെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് പഴയ വലിയ വാതിൽ തുറക്കുന്നവന്റെ കാത് തുളപ്പിക്കുന്ന ശബ്ദം. അവൻ സ്ഥലകാല ബോധത്തിലേക്ക് തിരികെ വന്നു. ഇരുപാളികളും തുറക്കപ്പെട്ടു കഴിഞ്ഞു.
പഴയ രീതിയിലുള്ള ഒരു റാന്തൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടു. ഹരികൃഷ്ണൻ അവിടേക്ക് ദൃഷ്ടി കേന്ദ്രീകരിച്ചു. അതൊരു വൃദ്ധയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങി. വെളിച്ചത്തിൽ അവർ ഉദയസൂര്യനെ പോലെ തിളങ്ങി. ഈ പ്രായത്തിലും എന്തൊരു സൗന്ദര്യം! കണ്ണുകൾ മഷികൊണ്ട് എഴുതിയിട്ടുണ്ട്. മഴവില്ല് പോലെ പുരികം. ഒരു വൃദ്ധയിൽ ഈ പ്രായത്തിൽ ഒരിക്കലും കാണാനിടയില്ലാത്ത തരത്തിൽ തുടുത്ത അധരങ്ങൾ. നേരിയതും മുണ്ടുമാണ് അവർ ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ പഴയ കാലത്തിലെ രീതിയിൽ പണി കഴിപ്പിച്ച ആഭരണങ്ങളും മൂക്കൂത്തിയും അണിഞ്ഞിരുന്നു. ഈ പ്രായത്തിലും ഏതൊരു പുരുഷന്റെയും വികാരത്തിന് തീ പിടിപ്പിക്കാൻ അവർക്കാകുമെന്ന് ഹരി മനസ്സിലോർത്തു. വൃദ്ധ അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് റാന്തൽ പൂമുഖത്തെ ചാരുപടിയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഹരികൃഷ്ണൻ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? മടിക്കേണ്ട കാര്യമില്ല. ഇവിടം സ്വന്തം വീട് പോലെ കരുതി കയറി പോന്നോളൂ. ഞാനും നിന്റെ അമ്മയാണ്. എന്റെ പേര് പറഞ്ഞാൽ നിനക്ക് ബോധ്യമാകും. ഞാനാണ് മാളവിക തമ്പുരാട്ടി. ഇത് കേട്ട് ഹരി വിസ്മയത്തോടെ അവരെ നോക്കി. അപ്പോൾ താൻ എത്തേണ്ടിടത്ത് തന്നെ എത്തി. അവൻ വിയർത്ത് കുളിച്ചിരുന്നു. ഇത് ശ്രദ്ധിച്ചിട്ടാവണം ആ വൃദ്ധ പിന്നെയും പറഞ്ഞു, വഴിയിൽ രക്ഷസിനെ കണ്ടല്ലേ? നിന്നെ പേടിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷെ നിന്നെ ഒന്നും ചെയ്യാൻ അവൾക്ക് കഴിയില്ല. കാരണം നീ എന്റെ അടുത്ത് വരേണ്ടത് വിധിയാണ്. അതൊക്കെ പോട്ടെ. മോൻ ഇവിടേക്ക് കയറിക്കോളൂ. ഇഷ്ടമുള്ള കാലത്തോളം ഇവിടെ താമസിക്കാം. ഹരികൃഷ്ണൻ വെളിച്ചത്തിലേക്ക് കടന്നു. ഇല്ലത്തിന്റെ പടികൾ ചവിട്ടി. അപ്പോൾ അകലിൽ നിന്നും നായ്ക്കൾ ഓരിയിടുന്ന അലോസരപ്പെടുത്തുന്ന ശബ്ദം അവിടെ ഉയർന്നു. അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് വൃദ്ധ എന്തോ കാണാൻ പാടില്ലാത്തത് കണ്ടു. അവൾ മുഖം മറുവശത്തേക്ക് തിരിച്ചു. ഇരിക്കാൻ വൃദ്ധ കൈ ചൂണ്ടി. ഹരി, അവിടേക്ക് ഇരുന്നോളൂ. ഞാൻ കഞ്ഞി കൊണ്ടു തരാം. നല്ല ദാഹവും വിശപ്പും കാണും. ഏതായാലും ഇനി ദേഹശുദ്ധി വരുത്താൻ ഇവിടെ സൗകര്യമില്ല. പകൽ കുറച്ചകലെ ഒരു പുഴയുണ്ട്. അപ്പോഴാകാം. തന്നെയുമല്ല, നിന്നെ പിന്തുടർന്ന രക്ഷസ് നിന്നെ നോട്ടം വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും ആക്രമിക്കാൻ തുനിയും. ഇത് പറഞ്ഞ ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി. ഹരികൃഷ്ണൻ അവിടമാകെ ശ്രദ്ധിച്ചു. പഴയ മാതൃകയിലുള്ള ചുറ്റുപാടുകൾ. എല്ലാ വസ്തുക്കൾക്കും കുറഞ്ഞത് ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കമുണ്ട്. ഒരു പക്ഷേ മുൻ തലമുറയെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം മാളവിക തമ്പുരാട്ടി. അവന്റെ നോട്ടം മച്ചിലേക്ക് ചെന്നു. ഒരു നിമിഷം അവനൊന്ന് ഭയന്നു. അവിടെ അസാധാരണ വലിപ്പത്തിൽ ഒരു പല്ലി തന്നെ നോക്കുന്നു. അതിന് ഒരടിയിൽ കൂടുതൽ നീളമുണ്ടായിരുന്നു. തടിച്ചു കൊഴുത്ത അതിന്റെ പുറം വെളിച്ചമേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ചുവന്ന വൈരക്കല്ലുകൾ പതിച്ചതുപോലെ അസാധാരണമായ തിളക്കം. ഹരികൃഷ്ണന് ഭയം തോന്നി. താൻ എത്തിയിരിക്കുന്ന സ്ഥലം അത്ര നല്ലതല്ല. പക്ഷെ തനിക്ക് ഇപ്പോൾ വേറെ വഴിയില്ല. പുറത്ത് തന്നെ വകവരുത്തുവാൻ എത്തിയ രക്ഷസിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത് ഇവിടമാണ്. ഏതായാലും വൃദ്ധ വരട്ടെ, ചോദിക്കാം. അവൻ മനസ്സിലുറച്ചു. മാളവിക എന്ന സ്ത്രീ അവിടേക്ക് കടന്നു വന്നു. അവരുടെ വലതു കൈയിൽ സ്വർണം പൂശിയ പാത്രമുണ്ട്. ഇടതു കൈയിൽ ഓട്ടുപാത്രവും. കഞ്ഞിയും സംഭാരവുമായിരുന്നു. ഹരികൃഷ്ണൻ ഇരുന്നിടത്ത് അവ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, നല്ല ദാഹം കാണും. സംഭാരം ആദ്യം കുടിക്കൂ, എന്നിട്ട് കഞ്ഞിയും കഴിച്ചോളൂ. അവർ എന്നിട്ട് വിളക്ക് വെച്ചിരുന്ന അരഭിത്തിയിൽ ഇരുന്നു. ഹരി സംഭാരം കുടിച്ചിട്ട് കഞ്ഞി കഴിക്കാൻ തുടങ്ങി. അവൻ വൃദ്ധയുടെ നേർക്ക് നോക്കി. അവൻ ഞെട്ടിപ്പോയി. അവിടെ കണ്ട കാഴ്ച. അവളുടെ അടുത്തിരിക്കുന്ന വിളക്കിലെ പ്രകാശത്തിൽ അവിടെയുള്ള കൽത്തൂണിന്റെ നിഴൽ കാണാം. പക്ഷേ അതിന് തൊട്ടടുത്തായി ഇരുന്ന വൃദ്ധയുടെ നിഴൽ കാണുന്നില്ല. അവൻ ഒന്നുകൂടെ കണ്ണു ചിമ്മിയിട്ട് അവിടേക്ക് നോക്കി. അത് തന്റെ തോന്നലല്ലെന്ന് തിരിച്ചറിഞ്ഞ അവന്റെ പാദത്തിലൂടെ ഭയം അരിച്ചു കയറാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാവണം മാളവിക അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. മറുവശത്ത് ചെന്ന് ഭിത്തിയിൽ ചേർന്ന് നിന്നു. ഹരികൃഷ്ണൻ കഞ്ഞി കുടിക്കുന്നത് വേഗത്തിലാക്കി. കുട്ടിക്ക് നല്ല വിശപ്പ് ഉണ്ടല്ലേ? ഇനിയും കഞ്ഞി കൊണ്ടു തരാം. നിറയെ കുടിച്ചോളൂ. ഇവിടെ പത്തായത്തിൽ നിറഞ്ഞു കിടപ്പുണ്ട്. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങി. മാളവിക എന്നിട്ട് കൈനീട്ടി വിളക്കിന്റെ തിരി ഉയർത്തിവെച്ചു. ഹോ, എന്താ ഇത്? ഹരിയുടെ മനസ്സിൽ ഭയത്തിന്റെ കൊള്ളിമീനുകൾ പാഞ്ഞു. കിടക്കവിരി കുടഞ്ഞിട്ടുകൊണ്ട് വൃദ്ധ ഇങ്ങനെ പറഞ്ഞു, രാത്രിയിൽ പുറത്ത് പല ശബ്ദങ്ങൾ കേട്ടാലും മോൻ വാതിൽ തുറക്കാൻ ശ്രമിക്കരുത്. പരിചയപ്പെടാൻ ഒരുങ്ങി നടക്കുന്ന ആത്മാക്കളുള്ള പ്രദേശമാണിവിടം. ഒരിക്കലും ആപത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ഞാൻ പറഞ്ഞേയുള്ളൂ. ഏതായാലും കിടന്നോളൂ, സമയം വൈകി. ഇത് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോയി. അവർ നടക്കുകയല്ലെന്ന് തോന്നുമായിരുന്നു.
ഒഴുകിപ്പോകുന്ന പോലെ. ഹരികൃഷ്ണൻ വാതിലുകൾ ഭദ്രമായി അടച്ചു. ജനാലകൾ അവൻ തുറന്നിട്ടു. മുറിയിൽ നല്ല ചൂട് കാരണമാണ് അവനത് ചെയ്തത്. എന്തോ വൃദ്ധയുടെ വാക്കിനെ ധിക്കരിക്കാനാണ് ഹരിക്ക് അപ്പോൾ തോന്നിയത്. അവിടെ വന്നതിനു ശേഷം അവന് തോന്നിയതൊക്കെ മാളവിക തമ്പുരാട്ടി ഒരു സാധാരണ സ്ത്രീയല്ല എന്നുള്ളതാണ്. അവരിൽ അന്തർലീനമായ എന്തോ നിഗൂഢ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അവന്റെ കണ്ണുകൾ യാദൃച്ഛികമായി മച്ചിലേക്ക് പാളി വീണു. അതാ നേരത്തെ ഉമ്മർത്തു വെച്ച് കണ്ട അതേ പല്ലി. അത് തന്റെ നേരെ തുറച്ചു നോക്കുന്നു. ഇപ്പോഴും അതിന്റെ കണ്ണുകൾ ചുവന്ന് വജ്രം പോലെ തിളങ്ങുന്നു. അവനൊരു യുക്തി തോന്നി. തന്റെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ഏലസ് അതിന്റെ നേരെ ഉയർത്തിപ്പിടിച്ചു നോക്കിയാലോ? ഏതെങ്കിലും ദുരാത്മാവ് ആണെങ്കിൽ മിക്കവാറും അവിടുന്ന് സ്ഥലം കാലിയാക്കും. ഉടനെ ഹരി തന്റെ കഴുത്തിലുള്ള ഏലസ് അതിനു നേർക്ക് ഉയർത്തി കാണിച്ചു. അതാ പല്ലി അവിടുന്ന് മാറി തുറന്നു കിടന്ന ജനാലയിലൂടെ പുറത്തേക്ക് പോകുന്നു. ഹരികൃഷ്ണന് ഇതിന്റെ രഹസ്യമറിയാൻ ജിജ്ഞാസയുണ്ടായി. അവൻ ജനാലയ്ക്കടുത്തേക്ക് നടന്നെടുത്തു. അപ്പോൾ അവനെ തഴുകിക്കൊണ്ട് ഇളം കാറ്റ് അവിടെ തങ്ങി നിന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. ജനാലയ്ക്കപ്പുറം ഒരു പാലമരം നിൽപ്പുണ്ട്. രാത്രിയിൽ തന്റെ നിദ്രയിൽ ലയിച്ചു നിൽക്കുന്നു. അതിന്റെ കേശത്തിൽ നിന്ന് പൂവുകൾ പൊഴിയുന്നത് അത് അറിയുന്ന പോലുമില്ലെന്ന് തോന്നുമായിരുന്നു. ഒരു ഇലയനക്കം പോലും അതിലില്ലായിരുന്നു. പാലപ്പൂ പൂത്ത മണം അവിടെ തങ്ങി നിന്നിരുന്നു. അതാ അവിടെന്തോ തിളങ്ങുന്നു. പതിയെ അതിന്റെ ചുവട്ടിൽ ഒരു പ്രകാശം പ്രത്യക്ഷമാകുന്നു. പന്തമെരിയുന്ന പോലെ. പതിയെ പതിയെ രൂപമാറ്റം സംഭവിക്കുകയാണ്. അതൊരു മനുഷ്യാകാരം കൈക്കൊള്ളുകയാണ്. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. ഹരികൃഷ്ണൻ വിസ്മയത്തോടെയാണ് ഈ കാഴ്ചകൾ നോക്കി നിൽക്കുന്നത്. അത്ഭുതം! അതൊരു സ്ത്രീയായി മാറുകയാണ്. ഹരി വിസ്മയാധീനനായി. അവൻ ഒരുപാട് സ്ത്രീകളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹരിയായ ഒരു യുവതിയെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. അവിടെ നിന്നും കണ്ണുകൾ പിൻവലിക്കാൻ അവന് സാധിച്ചില്ല. ഹരി ജനാലയോട് ചേർന്നു നിന്നു. അവൾ പുഞ്ചിരിക്കുന്നു. പതിയെ ആ യുവതി അവനരികിലേക്ക് ഒഴുകിയെത്തി. അവളുടെ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കം. അവളൊരു അപ്സരസായാണ് അവനപ്പോൾ തോന്നിയത്. ഹരികൃഷ്ണൻ എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും അവളുടെ കോകിലമൊഴി കാതുകളിൽ തഴുകി. ഹേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നെ നോക്കുന്നത്? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. എനിക്ക് ഇതിനുള്ളിൽ കയറാൻ നിങ്ങളാണ് എന്റെ ഏക മാർഗം. അതിനായി എനിക്ക് നിങ്ങളോട് അല്പം സാഹസം കാട്ടേണ്ടതായി വന്നു. നിങ്ങളെ ഇവിടെ എത്തിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഈ കോവിലകത്തേക്ക് ഇതുവരെ പുറമേ നിന്ന് മനുഷ്യരാരും 20 വർഷങ്ങൾക്കിപ്പുറം വന്നിട്ടില്ല. അഥവാ ആരെങ്കിലും അതിന് ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ ഒരു രാത്രിക്കപ്പുറം കടക്കില്ല. നിങ്ങൾ നേരത്തെ കണ്ട മാളവിക തമ്പുരാട്ടി യഥാർത്ഥത്തിൽ ആരെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഹരികൃഷ്ണൻ പിന്നെ ഈ മുറ്റം മറികടക്കില്ല. എന്നെ ഇതുവരെ തളച്ചിട്ടത് ഈ മാളവികയായിരുന്നു. അതിന് അവൾക്ക് വേറൊരു ഉദ്ദേശ്യം കൂടിയുണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഒരു പല്ലിയാക്കി എന്നെ അകത്ത് തളച്ചിട്ടിട്ട് 25 വർഷത്തോളമായി. ഇതുവരെ എനിക്ക് മോചനം ലഭിച്ചില്ല. ഹരികൃഷ്ണനെ ഇവിടേക്ക് വരുത്തിയത് എന്റെ അവശേഷിച്ചിരുന്ന ശക്തി കൊണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുറത്തു കടക്കാൻ ആ ശക്തി പോരാതെ വന്നിരുന്നു. ഞാനാണ് പുറത്തു വന്ന് ഹരിയെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് തിരിച്ചറിഞ്ഞാൽ രാത്രിയുടെ 2ാം യാമത്തിൽ നിന്നെ ഇല്ലാതാക്കാൻ മാളവിക ശ്രമിക്കും. അതുകൊണ്ട് ഹരിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. പിന്നെ ഹരിയുടെ ലക്ഷ്യവും നിറവേറ്റാൻ ഞാനും സഹായിക്കാം. അവൾക്ക് ശക്തി വർദ്ധിക്കുമ്പോഴേ അവളെ നശിപ്പിക്കാനും നമുക്ക് കഴിയൂ. എന്റെ കൈവിരലിൽ സ്പർശിക്കൂ. ഭയപ്പെടേണ്ട. വേഗം, സമയമില്ല. നിങ്ങൾ പറയുന്നത് ഞാനെങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് കരുതുവാൻ കഴിയില്ല. ഹരികൃഷ്ണൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അവൾ അതിനെ പുഞ്ചിരി തൂകി. എന്നിട്ട് പറഞ്ഞു, ഹരികൃഷ്ണന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ കാര്യത്തിന് പ്രേരണ നൽകുന്നത്. അവൻ ആലോചിച്ചു. ഇവൾ ചതിക്കുന്നവളാണോ? ഏതായാലും ഇവളെ വിശ്വസിക്കാം. അവളുടെ കൈ സ്പർശിക്കാം. വരുന്നത് വരട്ടെ. ഒരുപക്ഷെ ഈ കാരാഗൃഹത്തിൽ താൻ അകപ്പെട്ടു പോയാലോ? അവൻ ജാലകത്തിന് പുറത്തേക്ക് കൈകൾ നീട്ടി. അവളുടെ വിരലിൽ സ്പർശിച്ചു. പതിയെ അവനൊരു വിദ്യുത് പ്രവാഹം തന്റെ കൈകളിലേക്ക് പടരുന്ന പോലെ തോന്നി. ഏതൊരു മനുഷ്യനും മോഹലസ്യമുണ്ടാകാവുന്ന കാഴ്ച. അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല.
പുറത്തുനിന്ന യുവതി അതാ മുറിയുടെ മധ്യഭാഗത്തായി നിൽക്കുന്നു. അവൾ അപ്പോഴും പുഞ്ചിരിക്കുകയാണ്. അവളുടെ ശരീരത്തിൽ ചുവന്ന ലോലമായ വസ്ത്രമാണുള്ളത്. ആകാരവടിവുകൾ തെളിഞ്ഞു കാണാം. ആരെയും ആകർഷിക്കുന്ന മുഖഭാവം. ഹരികൃഷ്ണൻ അവളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എത്ര മനോഹരമായ മുഖം, അതിനൊത്ത ശരീര സൗന്ദര്യം, ഏതോ ശില്പിയുടെ കരവിരുതിൽ മെനഞ്ഞ ദാരുശില്പം. ഉത്തേജിപ്പിക്കാൻ അവളുടെ മാറിടങ്ങൾ നന്നായി അവന് കാണാമായിരുന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. അവൾ അവന്റെ കൈകളിൽ പിടുത്തമിട്ടു. ജനാലകൾ അടയുന്നു. വാതിലുകൾ തനിയെ ശബ്ദമില്ലാതെ തുറക്കുന്നു. ഹരികൃഷ്ണൻ ഇതൊക്കെ വിസ്മയത്തോടെയാണ് നോക്കിയത്. ഇവൾ തന്നെ രക്ഷിക്കുമോ അതോ ശിക്ഷിക്കുമോ? മാളവികയുടെ കിടക്കറ. അവിടെ റാന്തൽ തെളിഞ്ഞു കത്തുന്നുണ്ട്. ഉറക്കറയിൽ നിദ്രയില്ലാതെ കിടക്കുന്ന മാളവിക. മാറിൽ കൈകൾ ചേർത്ത് വെച്ച് കിടക്കുകയാണ് അവൾ. ഇപ്പോഴവൾ വൃദ്ധയല്ല, 25 വയസ്സുള്ള ഒരു യുവതി. അവൾ മച്ചിലേക്ക് നോക്കിക്കിടന്നു. അവിടെ അനേകം പല്ലുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം അവളെ നോക്കി കണ്ണീർ പൊഴിക്കുന്നു. അവരെല്ലാം ഗതി കിട്ടാതെ അലയുന്ന ഏതോ ആത്മാക്കളായിരിക്കാം. മാളവിക അവിടേക്ക് നോക്കി. പുച്ഛത്തോടെ ചിറികോട്ടി. നിമിഷങ്ങൾ കൊഴിയുന്നു. അവളുടെ കണ്ണുകൾ തുടിക്കുന്നു. മാറിടം ഉയർന്നു താഴ്ന്നു. ഇടത് കൈവിരൽ വിറകൊണ്ടു. എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? അവൾ പരവേശത്തോടെ ചാടി എഴുന്നേറ്റു. ഉള്ളിലാരോ പറയുന്നു, ആപത്ത്. തനിക്കെതിരെ ആരോ കരുക്കൾ നീക്കുന്നു. ആരാണത്? അവൾ കണ്ണുകൾ പൂട്ടി ധ്യാനത്തിലെന്നവണ്ണം ചമ്രം പടിഞ്ഞ് കിടക്കയിലിരുന്നു. കുറച്ചു നേരത്തെ ധ്യാനത്തിന് ശേഷം അവൾ കണ്ണുകൾ തുറന്നു. തന്റെ ദൃഷ്ടി ഹരികൃഷ്ണന്റെ വാതിലിന് നേർക്ക് പായിച്ചു. ആ നോട്ടം വാതിൽ പാളിയും കടന്ന് പാഞ്ഞു. അവനെ കണ്ടെത്തി. പക്ഷേ അവൻ നല്ല നിദ്രയിലാണ്. അപ്പോൾ അവനല്ല, ഇത് മറ്റാരോ ആണ്. അല്ലാതെ വെറുതെ തന്റെ ഇടത് കൈവിരൽ തുടിക്കില്ലല്ലോ. ഏതായാലും കരുതിയിരിക്കുക, തന്റെ ലക്ഷ്യം കാണുന്നത് വരെ. യുവതിയും ഹരികൃഷ്ണനും നടക്കുകയാണ്. അവൻ ആകാംക്ഷ അടക്കാനാകാതെ അവളോട് ചോദിച്ചു, ഭവതിയുടെ പേര് പറഞ്ഞില്ല? അവൾ നടത്തം നിർത്തിയിട്ട് വശ്യമായി അവനെയൊന്ന് നോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി, എന്റെ പേര് പൗർണമി. എന്നിട്ട് അവന്റെ കൈകളുടെ പിടുത്തം കുറച്ചുകൂടി മുറുക്കി. മുന്നോട്ട് ഇരുവരും നടന്നു. ചിരപരിചിതയെ പോലെയാണ് പൗർണമി യാത്ര തുടരുന്നത്. ഹരികൃഷ്ണൻ അരുമയായ ഒരു പൂച്ചക്കുട്ടിയെ പോലെയും. പൗർണമിയുടെ മുഖം വിടർന്നു നിന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസമുള്ള മുഖമായിരുന്നു. ഹരികൃഷ്ണന്റെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നില്ലായിരുന്നു. അവൻ കാലുകളിലേക്ക് നോക്കി. അവിശ്വസനീയം. നടക്കുകയല്ല, നമ്മൾ ഒഴുകുകയാണ്. ഹരിക്ക് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നി. ഇവൾ രക്ഷസാണല്ലോ, പല കഴിവുകളും ഇവൾക്കുണ്ട്. അവൻ രസകരമായ ഈ കാഴ്ചകൾ ആസ്വദിക്കുവാൻ നോക്കി. അവൻ ചിന്തിച്ചു, ഒരു രാത്രിക്കുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടത്. ഇനി എന്തെല്ലാം കാഴ്ചകളാണ് കാണാൻ കാത്തിരിക്കുന്നത്. ഇതൊക്കെ ആരോട് പറഞ്ഞാലും കേൾക്കുന്ന അവരെല്ലാം തന്നെ ഭ്രാന്തനാക്കും, തീർച്ച. ഒരു തരം തണുപ്പാണ് അവിടം. സുഖകരമായ സ്വപ്നം പോലുള്ള യാത്ര. ഹരികൃഷ്ണൻ കണ്ണുകൾ പതിയെ അടച്ചു. നിമിഷങ്ങൾ, നിമിഷങ്ങൾ, നിമിഷങ്ങൾ. അവരുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ അവരൊരു പാറയ്ക്കുള്ളിലെ ഗുഹ പോലുള്ള ഇടത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിലയിടങ്ങളിൽ വെളിച്ചം കാണാമെന്നല്ലാതെ എവിടേക്കാണ് യാത്രയെന്ന് ഒരു ഊഹവും അവന് തോന്നിയില്ല. അവൾ തന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൾ സത്യമോ മിഥ്യയോ? പൗർണമി എന്ന പേര് പറഞ്ഞ ഈ യുവതി ശിക്ഷിക്കുമോ അതോ രക്ഷിക്കുമോ? ഹരികൃഷ്ണൻ ഇങ്ങനെ പലതും ചിന്തിച്ചു. അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് പോകുന്ന പ്രതീതി. തണുത്ത മൂടൽമഞ്ഞ് മേലാകെ പൊതിയുന്ന പോലുള്ള സുഖം. യാത്രയുടെ വേഗത അപാരം. അവന്റെ കണ്ണുകളെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ അല്പമകലെ ഒരു നീല വെളിച്ചം. അതൊരു ഗുഹാക്ഷേത്രമാണല്ലോ. എന്തൊരത്ഭുതം! ഹരിക്ക് ഇപ്പോൾ തണുപ്പിന്റെ കാഠിന്യം കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. അവൻ അവിടേക്ക് വിസ്മയാധീനനായി നോക്കി. ഇരുവരും മറ്റൊരു അത്ഭുത ലോകത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു. പൗർണമി തന്നെ നോക്കി ചിരിക്കുന്നു. അതിനുശേഷം അവൾ സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു, ഹരി, അത്ഭുതപ്പെടേണ്ട. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇവിടെ എത്താൻ ഇപ്പോൾ കഴിയുന്നത് കോടികൾ ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യം. അമാവാസിയിൽ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ഒരു മനുഷ്യന്റെ സഹായത്താൽ മാത്രമേ
എനിക്ക് പോലും ഇപ്പോൾ ഇതിനുള്ളിൽ പ്രവേശനം സാധ്യമാകൂ. ഹരികൃഷ്ണന്റെ ജനനം അമാവാസിയിലെ ആയില്യം നക്ഷത്രമാണ്. ഇങ്ങനെ ജനിക്കുന്നവർ അപൂർവമാണ്. ഇതിനായി ഈ ശിവപുരത്ത് ഞാൻ കാത്തിരുന്നത് 25 വർഷമാണ്, ഹരിയുടെ വരവിനായി. ഇനിയൊരു സത്യം ഞാൻ പറയാം. ഇത് കേൾക്കുമ്പോൾ ഹരിക്ക് എന്നോട് ദേഷ്യം തോന്നാം. ഹരികൃഷ്ണന്റെ അച്ഛനെ കൊന്നത് ഞാനാണ്. ഹരിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി, തല കറങ്ങി. കാതുകളിൽ വന്ന് പതിച്ച ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ അവൻ പിന്നെയും ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അവന്റെ തൊണ്ട ഇടറി, കണ്ണുകൾ നിറഞ്ഞു. പൗർണമി അതിനെ ശാന്തമായി മറുപടി നൽകി. ഹരികൃഷ്ണൻ വിചാരിക്കുന്ന ഒരാളല്ല നിന്റെ അച്ഛൻ. അയാൾ ഒരു നീചനായിരുന്നു. ദുർമന്ത്രവാദം കരസ്ഥമാക്കിയ ശേഷം അയാളുടെ ദുഷ്ടമനസ്സിൽ കടന്നുകൂടിയ ദുരാഗ്രഹമായിരുന്നു ഈ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മാന്ത്രിക നിലവറയിൽ നിന്നും പ്രകൃതിയുടെ വരദാനമായി ലഭിച്ച നാഗമാണിക്യം സ്വന്തമാക്കാൻ അയാൾ ശ്രമിക്കുക. അതൊരിക്കലും ഒരു അധമന്റെ കൈകളിൽ എത്തരുത്. കാരണം പ്രകൃതിയുടെ സ്വത്താണ് നാഗമാണിക്യം. ദുഷ്ടന്മാരുടെ കൈകളിൽ അകപ്പെട്ടാൽ അവർ അതിനെ സ്വന്തം നേട്ടത്തിന് ഉപയോഗിച്ചിരിക്കും. ഈ പ്രപഞ്ചം പിന്നെ അവരുടെ നീചപ്രവൃത്തിയിൽ നശിച്ചു പോകും. നാഗമാണിക്യം കൈക്കലാക്കാൻ ശ്രമിച്ച നിന്റെ അച്ഛനെ എനിക്ക് അപ്പോൾ തന്നെ കൊല്ലേണ്ടി വന്നു. നാഗമാണിക്യത്തെ അതിന്റെ യഥാർത്ഥ ഇടത്തിൽ സ്ഥാപിക്കേണ്ടതായും വന്നു. ഈ അത്ഭുത മാണിക്യത്തിന് സമീപം തന്നെ ഹരിയുടെ പിന്നീടുള്ള മാന്ത്രിക സിദ്ധികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾക്കും ഉപകാരപ്പെടാവുന്ന അമൂല്യങ്ങളായ താളിയോലകൾ ധാരാളമുണ്ട്. അവയെല്ലാം ഹരികൃഷ്ണന് അവകാശമുള്ളവയാണ്. നിലവറയുടെ വലതുവശത്ത് ഇരിപ്പിടം പോലുള്ള കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഇടത്തേക്ക് അവൾ ചൂണ്ടിക്കാട്ടി. അവിടെ ഒരു ചതുരപ്പെട്ടി ഇരിക്കുന്നത് അവൻ കണ്ടു. അവൾ ദശാബ്ദങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അത്ഭുത സംഭവത്തിന്റെ ചുരുളുകൾ നിവർത്തി. അതിങ്ങനെയായിരുന്നു. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് തന്റെ നിസ്വാർത്ഥമായ ഭക്തിയിലൂടെ നാഗയക്ഷി അമ്മയെ കഠിന തപസ് ചെയ്ത് ഭൂമിയിലേക്ക് ആവാഹിച്ചു. അത് മറ്റാരുമല്ല, ഹരിയുടെ മുത്തശ്ശൻ ആദികേശവൻ തന്നെയാണ്. യക്ഷിയമ്മ ആദികേശവനിൽ സംപ്രീതയായി അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് ഈ അമൂല്യമായ നാഗമാണിക്യം. ഈ ദിവ്യമാണിക്യം സൂക്ഷിക്കാൻ അദ്ദേഹം വടക്കുനിന്ന് വരുത്തിയ തച്ചന്മാരെ കൊണ്ട് ഈ കാണുന്ന ഗുഹാക്ഷേത്രമുണ്ടാക്കി. ഇവിടെ എത്തിച്ചേരാൻ പ്രത്യേക പാതയും പണിതു. കാരണം ഇവിടെ കടക്കാൻ സാധ്യതയുള്ള ദുഷ്ടമനസ്സുകളെ മുൻകൂട്ടി കണ്ടിരുന്നു അദ്ദേഹം. കാവലായി അനേകം സർപ്പങ്ങളും യക്ഷികളും. ദീർഘദർശിയായ അദ്ദേഹം ഇതിനുള്ള മാന്ത്രിക താക്കോലാണ് ഹരിയുടെ പിതാവിനെയും ഹരിയെയും ഏൽപ്പിച്ചത്. കൂടുതൽ ആർത്തി കാണിച്ചതുകൊണ്ട് മരണം വരിക്കേണ്ടി വന്നു നിന്റെ അച്ഛന്. നാഗമാണിക്യത്തിന് കാവലിനായി നാഗരാജാവ് അനന്തനെ തന്നെ ആവാഹിച്ചു. പ്രവേശന കവാടത്തിലെ കാവലിനായി നാഗയക്ഷി അമ്മയും കുടിയിരുത്തി. കാലങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അതിനുശേഷം ഹരിയുടെ അച്ഛൻ ഇവിടേക്ക് വന്നു. അയാളൊരു ദുർമാർഗിയായിരുന്നു. അവൻ എന്നെ വശീകരിച്ചു, നല്ലവനായ മനുഷ്യനെ പോലെ. അത് മനസ്സിലാക്കാതെ ഞാൻ ഇന്നത്തേതുപോലെ അമാവാസിയിൽ അർദ്ധരാത്രിയിൽ അയാളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആദ്യമൊന്നും അയാളെ എനിക്ക് സംശയമില്ലായിരുന്നു. ഇവിടെ എത്തിയതും അവന്റെ ഭാവം മാറി. എന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ക്ഷണം ഗത്യന്തരമില്ലാതെ എനിക്ക് അയാളെ വധിക്കേണ്ടി വന്നു. പറഞ്ഞിട്ട് അവൾ മുഖം കുനിച്ചു നിന്നു. പൗർണമിക്ക് ഹരിയുടെ മുഖത്തേക്ക് നോക്കുവാൻ പ്രയാസം തോന്നി. അതിനുശേഷം അവൾ വിഷമം കലർന്ന മുഖഭാവത്തോടെ പറഞ്ഞു, ഹരി എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം കേട്ട ഹരികൃഷ്ണൻ ഇത് കർത്തവ്യതാമൂഢനായി നിന്നു. പൗർണമി തന്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. അവൾ മുന്നിൽ കാണുന്ന മൂടൽ മഞ്ഞിന്റെ നേർക്ക് നോക്കി. പൗർണമി വലത് കൈ വീശി. അത്ഭുതം! ക്ഷേത്രത്തിനു ചുറ്റിലും മൂടി നിന്നിരുന്ന മഞ്ഞിന്റെ ആവരണം എങ്ങോട്ടോ മാഞ്ഞുപോയി. അവിടുള്ള കാഴ്ച അപ്പോഴാണ് തെളിഞ്ഞു വന്നത്. ഹരികൃഷ്ണൻ കൂടുതൽ അതിശയിച്ചു. അതൊരു പടുകൂറ്റൻ ആൽമരമായിരുന്നു. അതിനുള്ളിലാണ് ഗുഹാക്ഷേത്രം. അവൾ അകത്തേക്കുള്ള വാതിൽ ഇരുവശത്തേക്കുമായി തുറന്നു. വർഷങ്ങളായി തുറക്കാതിരുന്ന പാളികൾ കറകറ ശബ്ദത്തോടെ അകത്തേക്ക് തുറന്നു. അതിന്റെ പ്രതിധ്വനി അവിടമാകെ പ്രകമ്പനം കൊള്ളിച്ചു. ആൽമരത്തിൽ വിശ്രമിച്ചിരുന്ന കടവാതിലുകൾ കൂട്ടം കൂട്ടമായി അവരുടെ തലയ്ക്ക് മുകളിൽ ആൽമരത്തിന്റെ ഉയരത്തിൽ വട്ടമിട്ട് പറന്നകന്നു. ചിലത് അവരുടെ ചെവികളുടെ അടുത്തായി ഒച്ചയെടുത്ത് വട്ടം കറങ്ങി. അവയുടെ അലോസരപ്പെടുത്തുന്ന ശബ്ദകോലാഹലങ്ങൾ ഹരികൃഷ്ണന് അസഹനീയമായി തോന്നി. അവൻ വിരലുകൾ ചെവിക്കുള്ളിൽ തിരുകി. ഇതിനിടെ പൗർണമി അകത്തേക്ക് കടന്നു. അവൾ കണ്ണുകൾ കാട്ടി.
അവന്റെ നേരെ, അകത്തേക്ക് കയറുന്നതിന്. അവളുടെ പുറകെ അവനും കയറി. ക്ഷേത്രത്തിനുള്ളിൽ കടന്ന ഹരി അവിടെയുള്ള കാഴ്ച കണ്ട് അത്ഭുതം കൊണ്ട് തരിച്ചു നിന്നു. അതാ കണ്ണുകൾക്ക് വെളിച്ചം പകരാൻ ഇരുവർക്കും മുൻപിലായി നീല വെളിച്ചം പിന്നെയും വഴികാട്ടാൻ എന്നതുപോലെ മുന്നിൽ അസാധാരണമായി ജ്വലിച്ചു നിൽക്കുന്നു. ഇനി ഇവളെയാണ് വിശ്വസിച്ച് മുന്നോട്ടു പോകേണ്ടത്. ഇവിടേക്ക് വരാനും ഇവളല്ലേ കാരണം. ഈ നിൽക്കുന്ന പൗർണമിയുടെ സൗന്ദര്യത്തിൽ താൻ മയങ്ങി എന്നത് സത്യമല്ലേ? അതുകൊണ്ട് ഭയവും തോന്നിയിരുന്നില്ല. എന്തിനേയും നേരിടാൻ താൻ തയ്യാറായി. എന്താ ആലോചിച്ച് നിൽക്കുന്നത്? വരൂ. അവളുടെ മധുരനാദമാണ് അവനെ ഉണർത്തിയത്. അവൻ വിധേയത്തോടെ പുഞ്ചിരിച്ചു. പൗർണമി ഹരിയെ മുന്നിലേക്ക് പോകാൻ കൈകൊണ്ട് അടയാളം കാട്ടി. നിമിഷങ്ങൾ കടന്നു. മുന്നോട്ടുള്ള യാത്ര. അവളുടെ മുഖത്ത് അല്പം ഗൗരവം പടരുന്നത് ഹരികൃഷ്ണൻ ശ്രദ്ധിച്ചു. അവൾ പിന്നെയും പറഞ്ഞു, ഹരികൃഷ്ണൻ സൂക്ഷിക്കണം, ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും. വേഗത്തിൽ നടക്കുന്ന അവനോട് അവൾ താക്കീത് ചെയ്തതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി. നിമിഷങ്ങൾ അടർന്നു വീണു. ഹരികൃഷ്ണനും പൗർണമിയും നടത്തം തുടർന്നു. പെട്ടെന്നവൾ ചുവടുകൾ നിർത്തി. നിൽക്കൂ ഹരി. മുന്നിലുള്ള നീല വെളിച്ചം അണഞ്ഞു. ഇപ്പോൾ അവിടെ അന്ധകാരം നിറഞ്ഞു. ഹരിക്ക് ഒന്നും കാണുവാൻ കഴിയുന്നില്ല. പൗർണമി അവളുടെ കൈകളുടെ പിടുത്തം മുറുക്കി. അവനും കൂടുതൽ ജാഗരൂകനായി. പൗർണമി അല്പമൊന്ന് കിതച്ചു. അവനൊരു സംശയം. അവളുടെ മുന്നിൽ എന്തോ തടസ്സം ഉണ്ട്. അതാണ് അവൾ നിൽക്കാൻ പറഞ്ഞത്. പിന്നെയും അതിശയം നിറഞ്ഞ കാഴ്ച. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. പൗർണമി തന്റെ മൂന്നാം കണ്ണുകൾ തുറന്നു. ഹോ, അവിടമാകെ നേരത്തേക്കാൾ പ്രകാശം. ഇരുളിനെ അത് കീറി മുറിച്ച് മുന്നോട്ട് തെളിഞ്ഞതും ഹരി പിന്നെയും ഞെട്ടി. അതാ മുന്നിൽ 100-ൽ പരം നാഗങ്ങൾ. അവയെല്ലാം അവർക്ക് നേരെ പത്തി വിടർത്തി നിൽക്കുന്നു. മുന്നോട്ട് ഒരു ചുവട് വെച്ചാൽ മതി, അവയെല്ലാം ഒന്നിച്ച് ഇരുവരെയും ആക്രമിക്കാൻ. വല്ലാത്ത പ്രതിസന്ധി തന്നെ. ഇതിനെ എങ്ങനെ തരണം ചെയ്യും? ഹരികൃഷ്ണൻ കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ തരിച്ചു നിൽക്കുകയാണ്. മുന്നോട്ടു പോകുന്ന കാര്യം ഇനി നടക്കുമോ? പൗർണമിക്ക് ഏതായാലും ഭയമില്ല. അവൾ തന്നെയാണ് നോക്കുന്നത്. വേണമെങ്കിൽ അവൾക്ക് പോകാമെന്ന ഭാവവും. അവൾ ഗൗരവത്തിൽ എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഹരിയുടെ ഏലസ് മുന്നോട്ടു നീട്ടു. അത് നിന്റെ മുത്തശ്ശൻ നിനക്ക് സമ്മാനിച്ചതാണ്. വളരെ അപൂർവമായ വിശിഷ്ട നാഗവൈഡൂര്യ മന്ത്രം എഴുതിയ അതിൽ ഈ നാഗങ്ങളെ നേരിടാനുള്ള ശക്തിയുണ്ട്. ആ രക്ഷ നിന്നെ മുന്നോട്ട് നയിക്കും. വേഗം. മുന്നോട്ടുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഹരികൃഷ്ണൻ ധൈര്യം വീണ്ടെടുത്തു. അപ്രകാരം തന്നെ ഹരി അനുസരിച്ചു. കൈകൾ മുന്നോട്ട് നീട്ടി. അതാ ഏലസിന്റെ നീലരശ്മികൾ നാഗങ്ങളുടെ മേലേക്ക് പതിക്കുന്നു. ഹരികൃഷ്ണൻ നീട്ടിയ കൈ കുറച്ചുനേരം അതേപടി നിന്നു. നൊടിയിട കൊണ്ട് അവയെല്ലാം എങ്ങോട്ടോ മറഞ്ഞു. പിന്നെയും അവർ മുന്നോട്ട് നടന്നു. അതാ അടുത്ത പരീക്ഷണം. മുന്നിൽ ജടയടിച്ചു നിൽക്കുന്ന ഭീകരയക്ഷി. ആരായാലും ഭയന്നു പോകുന്ന രൂപം. അത് നാവുകൾ പുറത്തേക്ക് നീട്ടി, കോമ്പല്ലുകൾ കാട്ടി. കണ്ണുകൾ രണ്ടും തുറച്ചു. വായു തുറന്നു തന്നെ ഇളിച്ചു കാട്ടി. വായിൽ നിന്ന് രക്തം ഇറ്റിറ്റി വീഴുകയാണ്. ആ ഊത വെളിച്ചത്തിലും അവർക്ക് അവളെ കാണാം. അവൾക്ക് വസ്ത്രമില്ല. തെറിച്ചു നിൽക്കുന്ന മാറിടങ്ങൾ. ഹരികൃഷ്ണന് വല്ലായ്മ തോന്നി. അവൻ ദൃഷ്ടി തിരിച്ചു കളഞ്ഞു. പൗർണമിയുടെ ശബ്ദം, ഹരി, നോക്കി നിൽക്കാതെ ഇവളെ നശിപ്പിക്കൂ, അല്ലാതെ വേറെ മാർഗമില്ല. ഇത് കേട്ട ഹരികൃഷ്ണൻ സംശയത്തോടെ അവളുടെ നേർക്ക് നോക്കി. ഈ സത്വത്തെ ഞാനെങ്ങനെ നശിപ്പിക്കും? അവന്റെ ചിന്തകളെ സാധൂകരിക്കാൻ പൗർണമി പിന്നെയും പറഞ്ഞു, ഇവരെല്ലാം ഇവിടത്തെ കാവലാളുകളാണ്. വേഗം. പൗർണമി വീണ്ടും പറഞ്ഞു. ഹരിയുടെ മനസ്സിൽ സംശയം ഉദിച്ചു. ഇതിലെന്തോ രഹസ്യമുണ്ടല്ലോ. തൽക്കാലം ഇവൾ പറയുന്നത് കേൾക്കാം. ഹരി തന്റെ വലതുഭാഗത്തെ ചുവരിൽ തിളങ്ങുന്ന ഒരു വാൾ ശ്രദ്ധിച്ചു. പിന്നെ അമാന്തിച്ചില്ല. കൈയെത്തിച്ച് വാൾ കരസ്ഥമാക്കി. അവൻ ആ യക്ഷിയുടെ കണ്ഠത്തിന് ലക്ഷ്യമാക്കി വീശി. ഭയാനകമായ അലർച്ച. ഹരിയുടെ മുഖം സംശയത്തോടെ മ്ലാനമാകുന്നത് മനസ്സിലാക്കിയ പൗർണമി അവനെ പുഞ്ചിരിയോടെ നോക്കിയിട്ട് പറഞ്ഞു, വരൂ, മുന്നോട്ട് വെച്ച കാലടികൾ പുറകോട്ട് വയ്ക്കരുത്. എന്നെ വിശ്വസിക്കാം. ഹരിക്ക് ദോഷം വരുന്നത് ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല.
ഞാൻ സത്യം ചെയ്യുന്നു. വരൂ. ഇത് പറഞ്ഞിട്ട് പൗർണമി ഹരികൃഷ്ണന്റെ കൈകളിൽ പിടുത്തമിട്ടു. പക്ഷേ ഇപ്പോഴുള്ള ആ പിടുത്തത്തിന് വല്ലാത്ത ഒരു കരുത്ത് അവന് അനുഭവപ്പെട്ടു. പൗർണമിക്ക് എന്തോ തിടുക്കമുള്ളത് പോലെ തോന്നി. മുന്നോട്ട് നടക്കുകയാണ്. ഇനി അടുത്ത മാർഗദർശം എന്തായിരിക്കും? ഹരി ആലോചിച്ചു. പക്ഷേ അവന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. അവർ ഇടുങ്ങിയ ഒരു പാളി മാത്രമുള്ള നിലവറ വാതിലിന് മുന്നിലെത്തി. കഷ്ടിച്ച് ഒരാൾക്ക് നുഴഞ്ഞിറങ്ങാം. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അതിന്റെ അർത്ഥം പിടികിട്ടിയ ഹരി മുന്നോട്ട് നീങ്ങി നിന്നു. എങ്ങനെയാണ് വാതിൽ തുറക്കുന്നത്? അവൻ മൗനമായി അവളോട് ആംഗ്യം കാട്ടി. അവൾ പുഞ്ചിരിച്ചു. ഹരി ഉടനെ നാഗമന്ത്രം ഉരുവിട്ട് വേണം വാതിൽ അകത്തേക്ക് അമർത്താൻ. അത് അക്ഷരം പ്രതി അവൻ അനുസരിച്ചു. വാതിൽ തുറന്നു. അപ്പോഴും മന്ത്രങ്ങൾ അവിടെ മുഴങ്ങുന്നതായി അവന് തോന്നി. പൗർണമിയുടെ മൂന്നാം കണ്ണ് അപ്പോഴും വെളിച്ചം വിതറുകയാണ്. അകത്തേക്ക് കയറാൻ അവൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. അവൻ 2 ചുവടുകൾ വെച്ചപ്പോഴേക്കും പൗർണമിയും അവനരികിലെത്തി. അവൾക്ക് എവിടെയും കടക്കാൻ യാതൊരു തടസ്സവുമില്ലെന്ന് ഹരിക്ക് അറിയാമല്ലോ. ഇരുവരും മുന്നോട്ട് നടന്നു. അധികം വലിപ്പം ഇല്ലെങ്കിലും പുറമേ കാണുന്ന പോലെ അത്ര ചെറുതുമല്ല നിലവറ. ഹരി നാഗമന്ത്രം ജപിച്ചോളൂ. അവളുടെ ശബ്ദം. ഹരി അപ്രകാരം ചെയ്തു. മന്ത്രങ്ങൾ ചൊല്ലുന്നത് അതിന്റെ ഉച്ചകോടിയിലെത്തി. അത്ഭുതം! ഇരുവരുടെയും കണ്ണുകൾ വിടർന്നു. 1000 സൂര്യന്മാരുടെ പ്രകാശം അവിടെ തെളിഞ്ഞു. നാഗമാണിക്യം. അതിന് കാവലായി അനന്തൻ എന്ന നാഗരാജാവ്. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ ഹരികൃഷ്ണൻ തൊഴുതു നിന്നു. പൗർണമി അവിടേക്ക് സാഷ്ടാംഗം പ്രണാമത്തോടെ നിലത്തേക്ക് വീണു. അവൾ കണ്ണീരോടെ പറഞ്ഞു, എന്നെ മാളവിക എന്ന ദുഷ്ടരക്ഷസിൽ നിന്ന് മോചിപ്പിച്ചു അങ്ങയുടെ മുന്നിലെത്തിക്കാൻ കാരണക്കാരനായ ഈ ഹരികൃഷ്ണന് അങ്ങ് ഇവിടുള്ള അമൂല്യങ്ങളായ താളിയോലകൾ സമ്മാനിച്ചാലും. ഇത് കേട്ട് ഹരി അവളോട് അത്ഭുതത്തോടെ ചോദിച്ചു, പൗർണമി, എന്തായി പറയുന്നത്? മാളവിക രക്ഷസാണെന്നോ? ഞാൻ കരുതിയത് അവർ എന്തോ മാന്ത്രിക ശക്തിയിൽ എന്നെ ഭയപ്പെടുത്തിയതാണെന്ന്. എനിക്ക് സംശയം ഇല്ല എന്നല്ല, എനിക്ക് നിന്നെയായിരുന്നു കൂടുതൽ സംശയം, എന്നെ അപായപ്പെടുത്തുമോ എന്ന്. അതിന് അവൾ മറുപടി പറഞ്ഞത് ഹരിയെ ഞെട്ടിച്ചു. ഞാൻ ഒരു നിരപരാധിയും ഇതുവരെ കൊന്നിട്ടില്ല. നിന്റെ അച്ഛനും മാളവികയും കൂടി പ്രകൃതിയുടെ സ്വത്തായ നാഗമാണിക്യം സ്വന്തമാക്കാൻ ശ്രമിച്ചു. മാളവിക ഒരു രക്ഷസല്ലേ? അവളുടെ മായിക ശക്തിയാൽ എന്നെ അവളുടെ അടിമയാക്കി മാറ്റി. പക്ഷേ കാലങ്ങൾ ഞാൻ അവസരത്തിനായി കാത്തിരുന്നു. നീ വിശ്വസിക്കില്ല, നിന്റെ കൂടെ വന്ന അപരിചിതൻ നിന്നെ കൊല്ലാൻ നോക്കിയപ്പോഴാണ് ഞാൻ അവനെ വകവരുത്തിയത്. മാളവിക ഭക്ഷണം തന്നത് നിനക്ക് അവളിൽ വിശ്വാസമുണ്ടാക്കാനായിരുന്നു. രാത്രിയിൽ നിന്റെ നിണം പാനം ചെയ്യാനായിരുന്നു അവളുടെ പദ്ധതി. അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ നിന്റെ പ്രതിബിംബത്തിനെ സൃഷ്ടിച്ചു. വേഗം താളിയോലകൾ എടുത്തോളൂ. മാളവികയെ നേരിടാൻ നിനക്ക് കഴിയും. അവൾ അവന്റെ ചെവിയിൽ അതിനുള്ള മാർഗം രഹസ്യമായി മന്ത്രിച്ചു. അതിനുശേഷം പറഞ്ഞു, നിനക്കൊപ്പം വരാൻ എനിക്ക് സാധിക്കില്ല. എന്റെ കർത്തവ്യം ഇവിടെ പൂർത്തിയായി. ഇത്രയും പറഞ്ഞതും അവളുടെ രൂപത്തിന് മാറ്റം സംഭവിച്ചു തുടങ്ങി. അത്ഭുതം! അതൊരു നാഗമായി പരിണമിച്ചു. അപ്പോൾ പൗർണമി ഒരു നാഗകന്യകയായിരുന്നോ? ഹരികൃഷ്ണൻ സംശയിച്ചു. അവൻ താളുവേല ഇരിക്കുന്ന പെട്ടി കയ്യിലെടുത്തു. അവിടെ ഇരുന്ന പഴയ റാന്തൽ വിളക്ക് കൈയിലേക്ക് എടുത്ത് തിരി തെളിയിച്ചു. മുന്നോട്ട് ചുവടുകൾ വെച്ചതും പിന്നെയും അവൻ അതിശയിച്ചു. അവൻ മാളവികയുടെ പഴയ മുറിയിൽ നിൽക്കുന്നു. കിടക്ക കാണാം. കട്ടിലിന്റെ അടിയിലേക്ക് താളുവേല അടങ്ങിയ പെട്ടി നീക്കിവെച്ചു. അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ കിടന്നു. ഇതിനിടെ വെളിച്ചം കെടുത്തിയിരുന്നു. അവൻ ഉറക്കം നടിച്ചു കിടന്നു, മാളവികയുടെ വരവിനായി. നിമിഷങ്ങൾ കഴിഞ്ഞു. മുറിക്കകത്ത് പാദസരത്തിന്റെ നേരിയ കിലുക്കം കേൾക്കാം. അത് കിടക്കയുടെ അടുത്തെത്തി നിന്നു. ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം മൂക്കിലേക്ക് അരിച്ചു കയറി. ഏതൊരാണിനെയും മയക്കുന്ന ഗന്ധം. പക്ഷേ അതിൽ വീണുപോയാൽ ഇവിടുന്ന് തനിക്ക് മടങ്ങിപ്പോവുക അസാധ്യം. ഇരുട്ടിൽ 2 കണ്ണുകൾ തിളങ്ങുന്നു. നാവുകൾ നുണയുന്നു. അവൾ മാളവിക അല്ല, രക്ഷസ്. ഇപ്പോൾ അവൾ വൃദ്ധയല്ല, ഒരു യുവതി.
മാളവിക പതിയെ അവരരികിലേക്ക് ഇരുന്നു. ഹരികൃഷ്ണൻ കൂടുതൽ ഭയന്നു. അവന്റെ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിലൂടെ അവളുടെ തണുത്ത കരങ്ങൾ ഇഴയുകയാണ്. അവന് ഇക്കിളിയായി. അവളുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീഴുന്നു. മാറിടങ്ങൾ ഹരിയുടെ നെഞ്ചിലേക്ക് അമരുന്നു. ഹരിയുടെ കണ്ഠനാളത്തിലേക്ക് അവളുടെ ചുണ്ടുകൾ പരതി നടന്നു. അവൻ മനസ്സിലുറച്ചു, ഇനി താമസിക്കരുത്. ഹരികൃഷ്ണന്റെ വലതുകരം പതിയെ തലയിണയുടെ നേർക്ക് ഇഴഞ്ഞു. രക്ഷസിന്റെ ഭാവം മാറുകയാണ്. ദംഷ്ട്രകൾ പുറത്തേക്ക് വരുന്നു. കണ്ണുകൾ ചുവന്നു. അവളുടെ അധരങ്ങൾ ഹരിയുടെ രക്തക്കുഴലിനെ സ്പർശിച്ച ആ നിമിഷം പ്രകമ്പനം കൊള്ളിച്ച അലർച്ച മുഴങ്ങി. ഹരിയുടെ കഴുത്തിലൂടെ നിണം ഒഴുകി നെഞ്ചിലേക്ക് പടർന്നു. അവിശ്വസനീയതയോടെ രക്ഷസ് ഹരികൃഷ്ണനെ നോക്കുകയാണ്. സ്വന്തം മാറിടത്തിന് നടുവിലായി രക്തം ഒഴുകുകയാണ്. രക്തം കുടത്തിൽ നിന്നൊഴുകുന്ന ജലം കണക്കെ. അവൾ വേദന കൊണ്ട് അലറി. ഹരികൃഷ്ണൻ റാന്തൽ തെളിയിച്ചു. വെളിച്ചം അവിടെ എല്ലാ കാഴ്ചയും വ്യക്തമാക്കി. അവൾ വേദന കൊണ്ട് അവനെ പകയോടെ നോക്കി. അവൻ പറഞ്ഞു, നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് നിലവറയിൽ നിന്ന് ലഭിച്ച ഈ മാന്ത്രിക കത്തി ഉപദേശിച്ചത് പൗർണമിയാണ്. രക്ഷസിന്റെ രൂപം പതിയെ മാറ്റം സംഭവിച്ചു. മുടികൾ കൊഴിഞ്ഞു, താഴേക്ക് വീണു. മുഖം വികൃതമായി. മാറിടങ്ങൾ ചുരുങ്ങി. മാംസം അടർന്നു തൂങ്ങി. അസ്ഥികൾ തെളിഞ്ഞു. കാലുകൾ പൊടിഞ്ഞു. ഇതിനേക്കാൾ അവൻ ഭയന്നത് അവളുടെ അലർച്ചയായിരുന്നു. അവളുടെ അവശിഷ്ടങ്ങൾ നിലത്ത് വീണപ്പോഴേക്കും ഭസ്മധൂളികളായി മാറിക്കഴിഞ്ഞിരുന്നു. ഹരികൃഷ്ണൻ ആ ഭസ്മധൂളികൾ തന്റെ അരികിലിരുന്ന ഒരു ചെറിയ പെട്ടിയിൽ കൈകൾ കൊണ്ട് നീക്കിയിട്ട് ഭദ്രമായി അടച്ചു. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ ഹരികൃഷ്ണൻ സ്വന്തം ഗൃഹത്തിലേക്ക് മടക്കയാത്രയ്ക്ക് തീരുമാനമെടുത്തു. അവൻ ആലോചിച്ചു. സ്വന്തം അച്ഛന്റെ ദുർമാർഗം അദ്ദേഹത്തെ ഇല്ലാതാക്കി. മുത്തശ്ശിയോട് എല്ലാം പറയണം. മാളവിക എന്ന രക്ഷസ് ഇനിയില്ല. പൗർണമിയെ ഇനി തനിക്ക് കാണാൻ കഴിയില്ല. എന്തോ അവൾ നാഗകന്യകയെന്ന് അറിഞ്ഞിട്ടും അവളോട് ഒരിഷ്ടം തോന്നിയിരുന്നു. അവൻ ആ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി നെൽപ്പാടത്തിലേക്ക് കയറിക്കഴിഞ്ഞു. ഹരിക്ക് വഴികാട്ടിയായി ഒരു നീല വെളിച്ചമുണ്ടായിരുന്നു അപ്പോഴും. കഥ അവസാനിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഞാൻ നിങ്ങളുടെ മിഥുൻ.